കൗതുകകരമായ ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോട്ടയത്ത് വൈക്കത്തേക്ക് നമ്മൾ അവിടെ ഒന്ന് പോകുന്നു. അവിടെ തനിമ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സംഭവം നാട്ടുകാരുടെ ഒരു പരിപാടിയാണ്. ബിരിയാണി ചലഞ്ചിലൂടെയും ആക്രി ചലഞ്ചിലൂടെയും ഒക്കെ ഈ നാട്ടുകാർ ഈ പണം സമാഹരിച്ചിട്ട് അവർ ഈ ഫെസ്റ്റ് നടത്തുകയാണ്. പക്ഷേ ഫെസ്റ്റ് നടത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊന്നുമല്ല. ഈ കൂട്ടായ്മ ചേർന്നൊരുക്കിയ ഒരു ഗ്രൗണ്ട് നാടിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരുടെ ഈ ആവശ്യം നമ്മളെ അവർ അറിയിച്ചപ്പോൾ കോഫി വിത്ത് അരുണിലൂടെ ആ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് അറിയിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിനിധി എം രാകേഷ് അവിടെയുണ്ട്. ഒപ്പം ബിനുമോഹനുണ്ട്, ക്ലബിൻ്റെ ഭാരവാഹിയാണ് അദ്ദേഹം. നമുക്ക് അവരോട് സംസാരിക്കാം. മാത്രവുമല്ല, ഒരു നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മൈതാനം സമർപ്പിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ്. റിപ്പോർട്ടർ TV ഇപ്പോൾ തത്സമയം ഈ കോഫി വിത്ത് അരുൺ എന്ന പരിപാടിയിലൂടെ ആ ഗ്രൗണ്ട് നാടിന് സമർപ്പിക്കുകയാണ്. ഒരു നാട്ടിലെ മനുഷ്യർ മുഴുവൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം രാകേഷിനോടൊപ്പമുണ്ട്. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒപ്പം തനിമ ക്ലബ്ബുകാർക്ക്, വൈക്കത്തുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഒപ്പം നല്ല പ്രഭാതവും എല്ലാവർക്കും നമ്മൾ ആശംസിക്കുന്നു. നമ്മൾ വൈക്കത്തേക്ക് പോവുകയാണ്. വൈക്കത്ത് മനുഷ്യരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാം. രാകേഷ്, എല്ലാവരും സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഒരു ഗ്രൗണ്ട് നാട്ടുകാർ സ്വന്തമായിട്ട് വാങ്ങി സ്വന്തം മക്കൾക്ക് നൽകുകയാണല്ലേ രാകേഷ്? തീർച്ചയായിട്ടും വരും, വളരെ സന്തോഷത്തിലാണ്. കാരണം നമുക്കറിയാം, ഒരു നാട്ടിൽ എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ഒരു അനിവാര്യതയാണ്. കാര്യം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് വയലേലകളിലൊക്കെ തന്നെ കളിച്ച് വളർന്നിട്ടുള്ളവരാണ്. ആ വയലേലകളിൽ കൊയ്ത്ത് കഴിഞ്ഞ വയലേലകളിൽ നമ്മൾ കളിച്ച് വളരും. അതിനുശേഷമായിരിക്കും അവിടെ സ്റ്റേജ് പരിപാടി നടക്കും വേനലാവുന്ന സമയത്ത്. അത്തരത്തിൽ ഒരു നാടിൻ്റെ സാംസ്കാരികമായും കലാപരമായുമുള്ള എല്ലാ കൂട്ടായ്മയുടെയും ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ തനിമ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് തനിമയുടെ പ്രവർത്തകരുണ്ട്. ഏകദേശം 20 സെൻറ്റോളം വരുന്ന സ്ഥലമാണ്. അത് ബിരിയാണി ചലഞ്ചിലൂടെ, ആക്രി ചലഞ്ചിലൂടെ, ഇങ്ങനെ നാടിൻ്റെ കൂട്ടായ്മയിലൂടെ സമാഹരിച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക്, അതായത് മനുഷ്യൻ ഒറ്റയ്ക്ക് വളരേണ്ടുന്ന ഒരാളല്ല, കൂട്ടമായി തന്നെ സാമൂഹ്യമായി തന്നെ അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ തന്നെ നടക്കേണ്ടുന്ന ഇടങ്ങൾ കൂടെ വളരേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് തനിമ കൂട്ടായ്മ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് പരിപാടികൾ നടക്കുന്നത്? ഇനി എന്തൊക്കെയാണ് തനിമയുടെ പരിപാടികളുള്ളത്? തനിമയുടെ പരിപാടികൾ വളരെ ആവേശകരമാണ്. ഇവിടുത്തെ പരിപാടികളെല്ലാം നാട്ടിലെ ജനങ്ങളാകെ വലിയ തരത്തിലുള്ള ഒരു ഉത്സവ ഛായ പകർന്നുകൊണ്ടുള്ള പരിപാടികളാണ് നടത്തുന്നത്. വൈകുന്നേരം ഇത് വലിയ ജനകീയ ഘോഷയാത്രകളോടുകൂടി ഇത് ആരംഭിക്കും. അതിൽ വലിയ സന്തോഷമുള്ളത്, ലോകമറിയുന്ന തരത്തിലേക്ക് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷകരമാണ് എന്നുള്ളതാണ്. നമുക്ക് കാണാം, ഒരു പുഴയുണ്ട്. ഈ പുഴയുടെ തീരത്ത് തന്നെ ആണ് ഇത്തരത്തിലൊരു കളി ഗ്രൗണ്ട് ഉള്ളത്. അതായത് പുഴ എന്ന് പറയുന്നതൊക്കെ തന്നെ ഇപ്പം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉള്ളത്. അതായത് കായലിനോട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ പുഴയോട് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കളി ഗ്രൗണ്ട് ഭാവി തലമുറയ്ക്ക് കളിച്ച് വളരാനാവുന്ന ഒരു സാഹചര്യം തനിമയുടെ പ്രവർത്തകർ എത്രയോ ദിവസങ്ങളായിട്ടുള്ള അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അല്ലാതെ ഇത്തരത്തിലൊരു കൂട്ടായ്മയ്ക്ക് 20 സെൻറ്റ് സ്ഥലം ഇങ്ങനെ കാശ് കൊടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രി ചാലഞ്ചിലൂടെയൊക്കെ തന്നെ നേടുക എന്നതും അസാധ്യമാണ്. എങ്ങനെയാണ് ഈ കൂട്ടായ്മയെക്കുറിച്ചൊന്ന് പറയോ? തനിമയുടെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആദ്യം ആലോചിച്ചു. അതിനുശേഷം നാട്ടിലെ ജനങ്ങളായി അത് ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. അപരനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മാറുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ അപരനെ കൂടി ചിന്തിക്കുന്ന നിലയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ വരുന്ന കാഴ്ചയാണ് നേരത്തെ പല സ്ഥലങ്ങളിലുമായിട്ട് തുറന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ക്ലബ്ബ് ഭാരവാഹി ഞാനൊന്ന് രാകേഷ് ബിനുമോഹനുമായിട്ടൊന്ന് സംസാരിക്കാം. ബിനുമോഹൻ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കളിച്ചു വളരാനുള്ളൊരിടം, മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാനുള്ളൊരിടം, പൊതുവിടങ്ങൾ ചുരുങ്ങുമ്പോൾ നിങ്ങൾ പൊതുവിടങ്ങൾ വികസിപ്പിക്കാനെടുത്ത ഈ തീരുമാനത്തിന് റിപ്പോർട്ടർ TVയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ചുരുക്കി പറഞ്ഞാൽ, ഈ ബിരിയാണി ചലഞ്ചിനും ആക്രി ചലഞ്ചിനും ഒക്കെ വലിയ പിന്തുണ കിട്ടിയിരുന്നോ ബിനു? നാട്ടിലാകെ വളരെ ആവേശത്തോടു കൂടിയാണ് സാർ അത് ഏറ്റെടുത്തത്. കാരണം ബിരിയാണി ചലഞ്ചിനാണെങ്കിലും നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ വിലയല്ല അവർ തിരക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഇതല്ല. നമ്മളോട് ഇത് ഏത് തരത്തിൽ സഹകരിക്കാമെന്നുള്ളതാണ് ജനങ്ങളാകെ ചിന്തിച്ചത്. അത് ബിരിയാണി ചലഞ്ചിലാകട്ടെ, ആക്രി ചലഞ്ചിലാകട്ടെ. അതുകൂടാതെ ബഹുജനങ്ങളുടെ ആകെ പിന്തുണ ഈ ഒരു സാമ്പത്തിക സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. 1000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ തന്ന ആൾക്കാരുകളാണ് ഉള്ളത്. 4 ലക്ഷം രൂപ എന്ന 2 പേര് നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട്. ഒരു പ്രവാസി വ്യവസായികളായിട്ടുള്ള സനൽ പറവേലിയും അതുപോലെ രാജേന്ദ്രൻ ആലപ്പാട്ടും. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് വലിയ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജെന്റിൽമാൻ ബാബു,
50,000 രൂപ സഹായിച്ചു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതൊക്കെ വലിയ ഒരു വലിയ നമ്മുടെ കാര്യങ്ങളാണ്. കോൺട്രാക്ടർ ഈവൻ അതിൽ ബൈജു കൊടുക്കാൻ മാണി 1000 തന്നെ. രൂപയോ 500 രൂപയോ ഒക്കെ കൊടുക്കാൻ മനുഷ്യർ തയ്യാറാവുന്നു എന്നുള്ളത് ആ മൈതാനങ്ങളുടെ പ്രസക്തി അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഒരുമിച്ചിരിക്കാൻ ഒരു ഇടം വേണം എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം നൽകിയ തെനിമ ക്ലബിലെ ഭാരവാഹികൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ഒപ്പം നന്ദിയുണ്ട്. ആ നാട് ആ മൈതാനങ്ങളിലൂടെ ഇനി കളിച്ചു വളരട്ടെ. അവിടുത്തെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ. നിങ്ങൾ ഒത്തൊരുമയോടുകൂടി ആ തനിമ നഷ്ടപ്പെടാതെ ആ ഗ്രാമത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മൈതാനത്തു കൂടി കളിച്ചു വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി നിർത്തി കേരളത്തിലും ലോകമെമ്പാടും ഇരുന്ന് റിപ്പോർട്ടർ ടിവിയിലൂടെ വാർത്ത കാണുന്ന എല്ലാ പ്രേക്ഷകരെയും സാക്ഷി നിർത്തി ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഇടമെന്ന നിലയിൽ തനിമയുടെ ഈ എഫേർട്ടിന് നിങ്ങൾ ബിരിയാണി ചലഞ്ചിലൂടെയും ആക്രി ചലഞ്ചിലൂടെയും നടത്തിയ ഈ വലിയ ധനസമാഹരണത്തിന്റെ ഭാഗമായി കിട്ടിയ ഈ മൈതാനം നാടിന് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിങ്ങളുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഇനി ആ മൈതാനത്ത് പന്തുകൾ തട്ടി കളിക്കട്ടെ. മനുഷ്യർ ഒരുമിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറയട്ടെ. മനുഷ്യർ മനുഷ്യനെ കണ്ടെത്തട്ടെ. ആ തനിമയായി തന്നെ നിലനിൽക്കട്ടെ. അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചതായി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു മൈതാനമായി മാറും. താങ്ക് യു ബിനു മോഹൻ. ക്ലബ്ബ് ഭാരവാഹികൾക്കെല്ലാം നന്ദി. രാകേഷ്, നന്ദി കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന്. ഇതാണ് വൈക്കത്ത് നിന്നുള്ള കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ലോകമെമ്പാടും ഇതൊക്കെ ഒരു വലിയ ആവേശകരമായി തീരണം. ഒരു നാട് ഒരുമിച്ച് ഒരു മൈതാനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മളിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ മൈതാനങ്ങളിലേക്ക് നമ്മൾ പടരണം, അല്ലേ? അവിടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടു കൂടി വരണം. അതൊക്കെ മാതൃകാപരമായ കാര്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരവരെ ജാതിയോ മതമോ മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ ഒരുമിച്ച് ഇടപഴകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.